ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാനഡയിലെ ഒണ്ടാരിയോ പ്രൊവിൻസിലെ പീറ്റർബ്രോ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. പീറ്റർബ്രോ നമുക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യം പച്ചപ്പും ഹരിതാപകരമൊക്കെ ഉള്ള ഒരു സിറ്റിയാണ് പീറ്റർബ്രോ. നാട്ടിലെ അത്രയും പച്ചപ്പൊന്നും ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാനഡയിലെ കുറച്ച് വണ്ടികളെക്കുറിച്ചും അതിൻ്റെ കുറേ വിശേഷങ്ങളെക്കുറിച്ചും പറയാനാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് 2023 11th Gen ഹോണ്ട സിവിക് സ്പോർട്ട് ബി ആണുള്ളത്. അപ്പോൾ ഹോണ്ട നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വണ്ടിയാണ്. സിവിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഹോണ്ട സിവിക്കിന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. 1972കളുടെ കാലങ്ങളിലാണ് സിവിക്ക് ലോഞ്ച് ചെയ്യുന്നത്. ജപ്പാനിൽ ലോഞ്ച് ചെയ്ത സിവിക്ക് വളരെ വൻ വിജയമായതിന് പിന്നാലെ പല രാജ്യങ്ങളിലേക്കും അത് പോവുകയും അവിടെ എല്ലാം വൻ വിജയങ്ങൾ കൈവരിച്ചു. 1988 ഹോണ്ട സിവിക്ക് കാനഡയിൽ വരുന്നത്. എന്നാൽ അത് വലിയൊരു വിജയമായി മാറിയില്ല. പിന്നീട് 1997 കാലങ്ങളിലാണ് അവർ തുറപ്പ് ചീട്ടായിട്ടുള്ള ഹോണ്ട സിവിക് ടൈപ്പ് ആർ അവർ ലോഞ്ച് ചെയ്യുന്നത്. അതോടുകൂടി സിവിക്കിന്റെ ഒരു ഹൈപ്പ് തന്നെ വളരെ അധികം വ്യത്യാസം വന്നിരുന്നു. അങ്ങനെ നമ്മുടെ കയ്യിൽ ഇന്ന് വന്നെത്തി നിൽക്കുന്നത് 11th Gen ഹോണ്ട സിവിക് സ്പോർട്ട് ബി. അപ്പോൾ ഹിസ്റ്ററി പറഞ്ഞത് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇതെന്റെ സ്വന്തം വണ്ടിയാണ്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ എനിക്ക് വണ്ടിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഈ വണ്ടി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ആയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം വണ്ടീൻ്റെ ഒരു സ്റ്റെബിലിറ്റി, അതിൻ്റെ ഒരു എയറോഡൈനാമിക് ഫീച്ചേഴ്സ്, പിന്നെ വണ്ടിയുടെ റിലയബിലിറ്റി, ഫ്യൂൽ എഫിഷ്യൻസി, അതൊക്കെയാണ് എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായത്. പിന്നെ ഇതെൻ്റെ രണ്ടാമത്തെ ഹോണ്ട സിവിക്കാണ്. അപ്പം ഹോണ്ട സിവിക്കിൻ്റെ ഒരു ഫാൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ആദ്യം ഇവിടെ സ്റ്റുഡൻ്റായി വന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ കാനഡയിൽ വന്നിട്ട് 3 കൊല്ലത്തോളമായി. അതിൽ 2 കൊല്ലത്തോളം എൻ്റെ കയ്യിൽ ഹോണ്ട സിവിക് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റുഡൻ്റായി വന്ന സമയത്ത് ഒരു പഴയ സിവിക്കാണ് എടുത്തിരുന്നത്. 2006 മോഡൽ സിവിക്കാണ്. പല ജോലികളിലും പോയിട്ട് പിന്നെ GIC പൈസയും എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് പിന്നെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കുറച്ച് കടമൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ ആദ്യത്തെ എൻ്റെ വണ്ടി എടുക്കുന്നത്. അത് പിന്നെ നല്ലൊരു ജോലി കിട്ടിയ സമയത്ത് അത് മാറ്റേണ്ട ആവശ്യം വന്നു. കാരണം വണ്ടി അത്യാവശ്യം നല്ല കിലോമീറ്റർ, ഏകദേശം ഒരു 3 ലക്ഷത്തിന് മേളിൽ വണ്ടി കിലോമീറ്റർ ഓടിയിരുന്നു. അപ്പം ഞാനൊരു പുത്തൻ വണ്ടി എടുത്തേക്കാന്നുള്ള രീതിയിൽ ഹോണ്ട സിവിക്കിലേക്ക് തന്നെ തിരിച്ചു പോവുകയായിരുന്നു. അടുത്തതായിട്ട് ഇനി നമ്മുടെ വണ്ടീൻ്റെ കാര്യങ്ങളിലേക്ക് തന്നെ കടന്നേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കീ ഫോബിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഡിസൈനിലുള്ള ഒരു കീ ഫോബ് ആണുള്ളത്. ഒരു ഹോണ്ടേൻ്റെ എംബ്ലം കാണാം. ഫ്രണ്ടിലൊരു ലോക്ക് ബട്ടൺ, അൺലോക്ക് ബട്ടൺ, ഒരു ഓട്ടോ സ്റ്റാർട്ട് ബട്ടൺ, ഒരു ട്രങ്കിനുള്ളൊരു ബട്ടൺ, ഒരു അലേർട്ട് ബട്ടൺ. പിന്നെ നമ്മളൊരു അഡീഷണൽ ആയിട്ടൊരു കസ്റ്റമൈസ്ഡ് കീ ഫോബ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യകത ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഇതെൻ്റെ സ്വന്തം വണ്ടിയായതുകൊണ്ട് പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കരുത്. എനിക്ക് വണ്ടീൻ്റെ ഈ ഒരു എലഗൻറ്റ് ഡിസൈൻ എന്നെ വളരെയധികം അട്രാക്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ മുമ്പുള്ള 10th Gen സിവിക്കിനെക്കാട്ടിൽ 11th Genലേക്ക് വന്നപ്പോഴത്തേക്കും വളരെയധികം മാറ്റങ്ങളുമായിട്ടാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. വണ്ടിയുടെ എയറോഡൈനാമിക് സ്ട്രക്ചർ മൊത്തത്തിൽ തന്നെ മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫ്രണ്ടിൽ ഒരു ഇതിന് വേണ്ടി തന്നെ ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നടുക്കൊരു ഹോണ്ടേൻ്റെ എംബ്ലം കാണാം. ഫുള്ളി LED ഹെഡ്ലാംപ്സ് ആണ് നമുക്ക് വരുന്നത്. അതിലൊരു DRL യൂണിറ്റ് ഉണ്ട്. ബമ്പറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹണിക്കൂം ഗ്രില്ലല്ല, SIകളിൽ മാത്രമേ ഹണിക്കൂമ്പ് ഗ്രില്ല് വരുന്നുള്ളൂ. നമുക്കിവിടെ ഒരു സീക്വൻഷ്യൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി സീക്വൻഷ്യൽ ലൈറ്റ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണ്. നമ്മളും നമ്മുടെ ഒരു കൂട്ടുകാരനും കൂടെ വീട്ടിൽ തന്നെ 2 ദിവസത്തെ കഷ്ടപ്പാടിൽ ചെയ്ത പരിപാടികളാണത്. പിന്നെ ഫോഗ് ലൈറ്റ്സ് വരുന്നില്ല, പക്ഷെ നമ്മൾ ഫോഗ് ലൈറ്റ്സ് എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ലിപ്പ് വരുന്നുണ്ട്. ഇതും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫ്രണ്ട് ലിപ്പാണ്. ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്റ്റ് ആണ്. ഇതും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വണ്ടീൻ്റെ സൈഡ് പ്രൊഫൈലിലേക്കാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് അലോയ്സ് ആണ് വരുന്നത്. വണ്ടി എടുക്കാൻ പോയ സമയത്ത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യം ഈ വണ്ടിയുടെ അലോയ്സ് ആണ്. നമുക്ക് 18 ഇഞ്ച് ലോ പ്രൊഫൈൽ ടയേഴ്സ് ആണ് വരുന്നത്. 235 ആണ് ടയേഴ്സിൻ്റെ വീൽ ബേസ് വരുന്നത്. ഒരു 40Z ടയേഴ്സ് ആണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഈ കപ്പ് സൈസ് മിററാണ്. മിനി കൂപ്പർ പോലുള്ള വണ്ടികളിൽ വരുന്ന പോലത്തെ ഒരു കപ്പ് സൈസ് മിററാണ്. അതിലൊരു LED ടേണിംഗ് സിഗ്നൽസും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ പറയാനാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലെ ടയറിൽ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് കാലിപ്പർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ബാക്കിലേക്ക് വരേണ്ടി വരും. വണ്ടീൻ്റെ ടെയിൽ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ടെയിൽ ലൈറ്റ്സ് ഫുള്ളി LED അല്ല, നമുക്കൊരു ഹാഫ് LED എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് റിവേഴ്സ് ലൈറ്റ്സും ടേണിംഗ് സിഗ്നൽസും എല്ലാം ബൾബിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു റിഫ്ലക്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് ഒരു ആഫ്റ്റർ മാർക്കറ്റ്
LED സീക്വൻഷ്യൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡക്വൽ സ്പോയിലർ കാണാം. ട്രങ്കിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് 430 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് ട്രങ്കിൽ വരുന്നത്. പിന്നെ നമുക്ക് സീറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ സ്പേസ് നമുക്ക് എടുക്കാം. പിന്നെ നമ്മളുടെ കയ്യിൽ ഫുട്ബോളും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും വണ്ടിയിൽ കൊണ്ട് നടക്കാറുണ്ട്. പിന്നെ നമ്മളുടെ സ്പെയർ ടയറിൻ്റെ കാര്യമാണ്. സ്പെയർ ടയർ വരുന്നത് നാട്ടിലെ പോലെയല്ല, നമുക്ക് നിലവിലുള്ള സ്റ്റോക്ക് ടയറിൻ്റെ ഒരു പകുതി സൈസുള്ള ഒരു ടയർ മാത്രമേ വരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ടയർ പഞ്ചറോ കാര്യങ്ങളോ എന്തെങ്കിലും ആകുകയാണെങ്കിൽ ഏറ്റവും അടുത്തിട്ടുള്ള വർക്ക്ഷോപ്പ് വരെ പോകാനുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 70 കിലോമീറ്ററിന് എബോവ് അതിട്ട് നമുക്ക് ഓടിക്കാനും പറ്റില്ല. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ ബേയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഹോണ്ടയുടെ സിവിക്കിൽ വരുന്നത് ഒരു 2 ലിറ്റർ 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ്, വിടെക് എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എഞ്ചിൻ ബേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ബേ ആണ്. അത്യാവശ്യം മോഡിഫിക്കേഷനോ ആൾട്ടറേഷൻസോ വരുത്താനുള്ള സ്പേസ് അവർ ഇട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇന്റീരിയറിലേക്ക് പോയി നോക്കാം, അവിടുത്തെ എന്തൊക്കെ വിശേഷം ഉണ്ട് എന്ന്. ഇപ്പൊ നമുക്ക് ഇന്റീരിയറിലെ കുറച്ച് വിശേഷങ്ങൾ നോക്കാം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നമ്മുടെ മിറേഴ്സിന്റെ അഡ്ജസ്റ്റ്മെന്റും സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ലോക്ക് ബട്ടൺ അൺലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിൻഡോസിന്റെ സ്വിച്ചസും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. സ്റ്റിയറിംഗിൽ തന്നെ മൗണ്ടഡ് ആയിട്ട് നമ്മുടെ പാഡിൽ ഷിഫ്റ്റേഴ്സും വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റീരിയോസിന്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ എല്ലാ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെൻട്രലായിട്ട് തന്നെ ഹോണ്ടയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോമിയം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്രൂയിസ് കൺട്രോളിനുള്ള സ്വിച്ചസും അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും അത് ക്യാൻസൽ ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈവർ അസിസ്റ്റൻ്റ് ഒരു സ്വിച്ചും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റിയറിംഗ് വരുന്നത് ഒരു ഹീറ്റഡ് സ്റ്റിയറിംഗ് ആണ്. പിന്നെ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡ്യുവൽ ടൈപ്പ് ക്ലസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൈഡിൽ അനലോഗും അതുപോലെ തന്നെ അടുത്ത സൈഡിൽ ഡിജിറ്റലുമാണ് ഹോണ്ട സിവിക് സ്പോർട്ട് 2023 കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് വണ്ടീൻ്റെ ഈ ടച്ച് സ്ക്രീനാണ്. ഇതൊരു 7-inch ടച്ച് സ്ക്രീനാണ് ഹോണ്ട സിവിക് സ്പോർട്ട് ബിയിൽ വരുന്നത്, 11th ജെനിൽ വരുന്നത്. അതേസമയം ഒരു SIയിലോ അല്ലെങ്കിൽ ടൂറിങ്ങിലോ ഇതിൻ്റെ ഇച്ചിരിയും കൂടെ ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു 9-inch ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇത് ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഡിസൈന് ഒരു മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് ഒരു കോൺസ് ആയിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. മറ്റുള്ള വണ്ടികൾ ഞാൻ വെച്ച് നോക്കിയ സമയത്ത്, ടൂറിങ്ങോ അല്ലെങ്കിൽ SI വെച്ച് നോക്കിയ സമയത്ത് അതിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു മെയിൻ ഇമ്പാക്റ്റ് തന്നെ അതിൻ്റെ ടച്ച് സ്ക്രീനാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇവിടെ നമുക്ക് സോഫ്റ്റ് പ്ലാസ്റ്റിക് ആണ് വണ്ടിയുടെ ഡാഷ്ബോർഡ് വരുന്നത്. പിന്നെ പറയാനുള്ളത് വണ്ടിയുടെ എയർവെൻസ് ആണ്, ഫുള്ളി ഹണിക്കൂമ്പാണ്. ലെഫ്റ്റ് സൈഡ് മുതൽ റൈറ്റ് സൈഡ് വരെ ഒരൊറ്റ ഡിസൈനിൽ ഒരു ഒറ്റ സ്ലീക്ക് ഡിസൈനിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡ്യുവൽ ടോൺ ക്ലൈമറ്റ് ആക്ഷൻ ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് പാസഞ്ചേഴ്സിന് മാത്രമേ ഹീറ്റഡ് സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് AC-ൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും സ്വിച്ചസും ഒക്കെയാണ് ബാക്കി ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ കൺസോളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു USB അഡാപ്റ്റർ പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിഗരറ്റ് ലൈറ്ററിനുള്ള പോർട്ടും കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു ഡാഷ് ക്യാം ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് കാനഡയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ വണ്ടിയിലും തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡാഷ് ക്യാം. അടുത്തായിട്ട് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ട്രാൻസ്മിഷൻ ഒരു 7-speed CVT ട്രാൻസ്മിഷനാണ് വരുന്നത്. നമുക്ക് 3 ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട്. നമ്മുടെ എക്കോ മോഡ്, നോർമൽ മോഡ് ആൻഡ് സ്പോർട്ട് മോഡ്, അങ്ങനെ 3 മോഡുകളിലായിട്ടാണ് വണ്ടി വരുന്നത്, സ്പോർട്ട് മോഡൽ വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഓട്ടോ ഓഫ് ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. പിന്നെ നമുക്കൊരു ബ്രേക്ക് ഹോൾഡ് ബട്ടൺ ഉണ്ട്. അപ്പോൾ മുമ്പുള്ള അല്ലെങ്കിൽ 10th ജെൻ സിവിക്കുകളിൽ നമ്മുടെ കപ്പ് ഹോൾഡേഴ്സ് എപ്പോഴും
വണ്ടീൻ്റെ ഗിയർ ഷിഫ്റ്റ് നോബിന് തൊട്ട് താഴെയായിട്ട് വന്നിരുന്നതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ ഡ്രിങ്ക്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും കൈ തട്ടാറുണ്ടായിരുന്നു. അത് എപ്പോഴും വണ്ടിക്കൊരു കോണായിട്ടും യൂസേഴ്സിനല്ല അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 11th ജെന്നിലേക്ക് വന്നപ്പോഴത്തേക്കും ആ കപ്പ് ഹോൾഡേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്ത് റൈറ്റിലേക്ക് സ്വിച്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമുക്കിവിടെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റിനുള്ളിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ട്. അതിനുള്ളിൽ അത്യാവശ്യം സാധനങ്ങളായതുകൊണ്ട് കാണിക്കുന്നതിൽ പരിമിതികളുണ്ട്. പിന്നെ ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലെ കുറച്ച് വിശേഷങ്ങൾ അറിയാം. ബാക്കിലുള്ള പാസഞ്ചേഴ്സിൻ്റെ സ്പേസും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ പാസഞ്ചർ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വണ്ടിക്കുള്ളിലെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ ഇതിന് പറ്റിയ ഒരു ആളല്ല, കാരണം എനിക്ക് 5.2 ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിൽ വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ കാണിക്കാം. എന്നെപ്പോലുള്ള ഒരാൾ, ചെറിയ മനുഷ്യർക്ക് എല്ലാ വണ്ടികളും തന്നെ വളരെ സ്യൂട്ടബിൾ ആണെങ്കിൽ പോലും ഹോണ്ട സിവിക്കിന് വളരെയധികം നീളമേറിയത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ലെഗ് റൂം, ഈവൻ ഇഫ് ഒരു 6 ഫുട്ടുള്ള ഒരാൾക്ക് പോലും വളരെയധികം ലെഗ് റൂം കിട്ടാറുണ്ട്. പക്ഷെ ഹൈറ്റിൻ്റെ കാര്യത്തിൽ എപ്പോഴും അവരുടെ തല എപ്പോഴും അത്യാവശ്യം മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കാറുള്ളത്. പിന്നെ സീറ്റും കാര്യങ്ങളും എല്ലാം വളരെ കോംഫി ആയിട്ടുള്ള സീറ്റുകളാണ്. നമുക്ക് സെൻട്രൽ ടണലിൻ്റെ അവിടെ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം സ്പേസ് ആയിട്ട് തന്നെ 3 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റും. പിന്നെ വരുന്ന സമയത്ത് നമുക്ക് എയർ വെൻസ് വരുന്നില്ല. പകരം നമുക്ക് 2 USB പോർട്സ് ആണ് വരുന്നത് പാസഞ്ചേഴ്സിന് യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നെ പറയാനുള്ളത് നമ്മുടെ മാറ്റ്സ് ആണ്. നമുക്ക് ഓൾ വെതർ മാറ്റ്സ് ആണ് വരുന്നത്. ത്രൂ ഔട്ടിൽ നമുക്ക് ഓൾ വെതർ മാറ്റ്സ് ആണ് വരുന്നത്. പിന്നെ പറയാനായിട്ട് വണ്ടിയിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ കീ ഫോബിൻ്റെ ഉപയോഗം എന്താണെന്ന് കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ വണ്ടീൻ്റെ സെക്കൻഡ് കീ ഫോബാണ് ഇത്. നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് വാൽവട്രോണിക് എക്സോസ്റ്റ് ആണ്, കസ്റ്റമൈസ് ആയിട്ട് വാൽവട്രോണിക് എക്സോസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് വണ്ടീൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റിലെ സൗണ്ട് ഒന്ന് കേൾക്കാം. അതാണ് നമുക്ക് സ്റ്റോക്കിൽ വരുന്ന സൗണ്ട്. ഇനി നമുക്ക് വാൽവട്രോണിക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പം അതൊക്കെയുള്ളൂ നമ്മുടെ സിവിക്കിൻ്റെ വിശേഷങ്ങൾ. ഈ വണ്ടീൻ്റെ വിശേഷങ്ങളെല്ലാം ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വണ്ടികളുടെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.